തൃണമൂലിൽ ചേരാൻ കൊൽക്കത്തയിൽ പോയി ദീദി മമതാ ബാനർജിയെ കണ്ട് ബംഗാളിയായി തിരിച്ചെത്തിയ PV അൻവർ ഭായി 4 ഉഗ്രൻ തീരുമാനങ്ങളുമായാണ് തിരികെ എത്തിയത്. ഒന്നാമത്തെ തീരുമാനം നടപ്പാക്കാൻ നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തി. നേരെ പോയി സ്പീക്കറെയും കണ്ടു, MLA സ്ഥാനം രാജിവെച്ചു. എല്ലാം ദീദിയുടെ നിർദ്ദേശപ്രകാരം. ഇനി വഴിയാധാരമാകാനില്ല, വഴിയും വഴിവിളക്കും ദീദി മാത്രം. ബംഗാളികളുടെ ഞാറ്റുപാട്ട് ভাষা না বুঝে ঝাড় কোদালের মাথাটা তার কোদালের ঝাড়লে দাদা ঘেচাং ঘেচাং ফুক মাথা ধার ধারানির ধার তু ধার দিনা দিন ঢালিস না আর নারে 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 দাদা দেখ না রে পিকনি ভুলে যা अपना जगन हाथ नाद अपना कदम खुद खुदा ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. മമത പറഞ്ഞിട്ടെന്ന് അൻവർ. രാജിവെക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല കൽക്കട്ടയിലേക്ക് പോയത്. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം, അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. ഞാനിവിടെ എന്ത് ചെയ്യാന്? നീ ഇവിടെ ഞാറു നടും, ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. തമിഴക പാർട്ടി DMK ആയിരുന്നു ആദ്യ ചോയ്സ്. കോൺഗ്രസും CPM-ഉം DMK-യുടെ ഫ്രണ്ട്സ് ആയതിനാൽ അൻവറിന് സ്കോപ്പില്ല. കോൺഗ്രസുമായി അത്ര രസത്തിലല്ലെങ്കിലും വേണമെങ്കിൽ ചേർന്ന് പോകാവുന്ന, എന്നാൽ CPM-മായി അടിച്ചടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി വേണം. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറെ തിരഞ്ഞ് അൻവർ തിരഞ്ഞെടുത്തതാണ് തൃണമൂൽ പാർട്ടി. അദ്ദേഹം എവിടെയൊക്കെയാ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോന്ന് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനും വേണ്ട, BJP-ക്കും വേണ്ട, ലീഗിനും വേണ്ട, DMK-ക്കും വേണ്ട. DMK കഴിഞ്ഞതിന് ശേഷം തൃണമൂലേറ്റാണ്. DMK തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഇതിനോടൊരു മുഹബത്തോടെ എടുത്തിട്ടാണ്. ഇത് കേൾക്കുമ്പോ ചെലവന്മാര് ഞെട്ടും. ഞെട്ടാൻ പോണത് ലവനാണ് കേട്ടാ. IAS കാരന്റെ കാര്യം നടക്കൂല. ഞാനത് എപ്പോഴും മുടക്കി. അതിന് ബോംബിട്ടത് പിണറായിയാണ്. DMK-ക്കും വേണ്ട. അങ്ങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി, എന്താ പാർട്ടിന്റെ പേര്? സ്വതന്ത്ര MLA PV അൻവർ ഇനി തൃണമൂൽ നേതാവ്. അവസാനം തൃണത്തിന്റെ വിലയുണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ല? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തൃണമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ്. ഒരു പുല്ല് പാർട്ടിയിലേക്കാണ് പോയി ചേർന്നത്. കേരള രാഷ്ട്രീയത്തിൽ പുല്ല് വലിയായിരിക്കും. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. രണ്ടാമത്തെ തീരുമാനം മുന്നണി പ്രവേശനമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നണി ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. UDF-ലേക്ക് പോകാനുള്ള ചില തടസ്സങ്ങൾ തീർക്കാനുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നിയമസഭയിൽ മുമ്പ് ഉന്നയിച്ച അഴിമതി ആരോപണമാണ് ഒന്ന്. സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുക തന്നെ. നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. ആ തോട്ടപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഹിന്ദു ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, നാട്ടുകാരെ അവൾ നിരപരാധിയാണ്. ഞാൻ അന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചത്. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞല്ല. സ്പീക്കർക്ക് പരാതി നൽകി, ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. എന്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്ന ഒരു ഓഫീസല്ല. ഓഫീസിലുള്ള ആരും
അങ്ങനെ ഇടപെട്ടതിന്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല. അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു MLA വിളിച്ചു പറയൂ? എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ആരന്റെ കാലത്ത് വാദക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത്? അമ്മച്ചി മാപ്പ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. അവിടെ കൊണ്ടും തീരുന്നില്ലല്ലോ. അൻവറിന്റെ ഭാഷയിൽ പിണറായിസത്തിന്റെ കാലത്ത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞുപോയി. മുന്നണി കൺവീനർ ഹസൻജി ഉൾപ്പെടെ ആർക്കും അതത്ര ദഹിച്ചിട്ടില്ല. ഇപ്പോഴും അൻവർ ആദ്യം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇതിലേക്ക് വരുമെന്ന് സൂചന വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചല്ലോ. ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ ഒരിക്കലും UDF-ലേക്കോ കോൺഗ്രസിലേക്കോ സ്വാഗതം ചെയ്യില്ല. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. അത് പൊളിറ്റിക്കൽ DNA പറയുന്നത് പിറ്റേ ദിവസം എന്തായി? അന്ന് രാത്രി തന്നെ വാർത്തയായി. ബയോളജിക്കൽ DNA ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രക്കാരെ വിളിച്ചത് പറഞ്ഞിട്ടുള്ളതാണ്. അത് എയറിലുള്ളതാണ്. ഒരിക്കലും നെഹ്റു കുടുംബത്തിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ചോദിച്ച സ്ഥിതിക്ക് വീണ്ടും പറയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിപൂർണമായും അവരോട് ആ ഉണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കും. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. പാർട്ടി വിമതനായ ശല്യക്കാരൻ എന്ന നിലയിൽ നിന്ന് അൻവറിനെ ഉന്തിത്തള്ളി UDF-ലെത്തിക്കുക എന്നതാണ് CPM-ന് ആവശ്യം. UDF വാതിലാകട്ടെ മാപ്പൊക്കെ പറഞ്ഞിട്ടും തുറന്നിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാലോ, രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ LDF ആണ്, അല്ലെങ്കിൽ UDF ആണ്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കുക, ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെയാണ്. മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട. അവനാ വാതിക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ തുറന്നിട്ടുമില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല. അതാണ് അതിന്റെ ശരിയായ മറുപടി. വാതില് ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് ഭാവിയിൽ തുറക്കുമെന്നാണോ? ഒന്ന് ക്ലിയർ ആക്കാമോ? ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. ഇപ്പൊ ക്ലിയറായി. എന്നാൽ പിന്നെ അവസാനത്തെ അടവും പുറത്തെടുക്കാതെ വയ്യ. ഏറ്റവും നിർണായകമായ തീരുമാനം ഇനിയും UDF-ന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. UDF-ന് നിരുപാധികമായ പിന്തുണ നൽകാനുള്ള PV അൻവറുടെ തീരുമാനം സ്വാഗതാർഹമാണ്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയണം, എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന്. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ്? ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDF-ന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ്, ഈ പറയുന്ന ജോയ് അവിടെ നിർത്തി മത്സരിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. സാർ, യുവർ ഐഡിയ ഈസ് വെരി നൈസ്, ബട്ട് നോട്ട് വർക്കിംഗ്. നടക്കില്ല. സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്കൊരു ചെറിയ സേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റിക്വസ്റ്റഡ് ഡിമാൻഡ് എന്നാണ് ഞാൻ വാക്കുപയോഗിച്ചത്, അല്ലേ സർ? റിക്വസ്റ്റ് അദ്ദേഹം അത് നിർദ്ദേശമായിട്ട് പറഞ്ഞതാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ നിർദ്ദേശിക്കാനൊക്കെയുള്ള അവകാശം ഉണ്ടാകും, പക്ഷെ
തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്.